ഇന്നൊരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം തന്നെ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കണം. ഇതിനായിട്ടൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെയായി വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുത്തത് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 2 മുട്ട, 1/3 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1/4 കപ്പ് പഞ്ചസാര, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കാരമൽ സിറപ്പ്. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു തവണ അരിച്ചെടുക്കാം. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ട വീതം പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം രണ്ടാമത്തെ മുട്ടയും ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിലിൽ നിന്നും പകുതി ആദ്യം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇനി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റിൽ നിന്നും പകുതി ക്യാരറ്റ് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3 തവണ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി അതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ക്യാരറ്റ് ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡേറ്റ്സിൻ്റെ പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും അതേപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്ത ഈത്തപ്പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങളുടെ കയ്യിൽ മധുരം കുറവുള്ള ഈത്തപ്പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഇവിടെ അല്പം തിക്കായിട്ടാണുള്ളത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്ററിൻ്റെ തിക്നെസ് നോക്കിയിട്ട് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം കാഷ്യൂസ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. മുകളിലും ഒരല്പം കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. എനിക്കിത് ബേക്കായി വരാൻ വേണ്ടി 55 മിനിറ്റ് എടുത്തിട്ടുണ്ട്.
അല്പം ചൂട് മാറിയ ശേഷം ഇത് ടിന്നിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.